ഷോപ്പിംഗ് എന്ന് പറഞ്ഞതാണ്. നിങ്ങൾ ആ ഫുള്ള് കാണാൻ കേട്ടോ. അപ്പൊ നമ്മളെ വീഡിയോ തുടങ്ങാനായിട്ട് നമ്മൾ കുറെ പ്രാവശ്യം യൂട്യൂബറാക്കാൻ കേട്ടോ. ഇനി നമ്മൾ യൂട്യൂബറാക്കാൻ കേട്ടോ. ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ഷോപ്പിംഗ് വീഡിയോ ആണ്. നിങ്ങൾ ആ കണ്ടോക്കൂ, നമ്മൾ വീഡിയോ എടുക്കാണ്. ഹലോ ഗൈസ്, അപ്പോൾ നിങ്ങൾ ഇൻട്രോയിൽ കേട്ടതുപോലെ ഞങ്ങളൊരു ഷോപ്പിങ്ങിന് പോവുകയാണ്. ഞാൻ ഇതിൻ്റെ തൊട്ട് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളൊരു ഷോപ്പിങ്ങിനൊക്കെ അന്ന് വൈകുന്നേരം പോയിട്ടുണ്ടായിരുന്നു എന്നുള്ളത്, ശനിയാഴ്ചത്തെ വ്ളോഗ് ഇട്ട സമയത്ത്. അപ്പോൾ ഞങ്ങളന്ന് വൈകുന്നേരത്തെ വീഡിയോ തന്നെയാണ് കേട്ടോ ഇത്. ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഏകദേശം ഒരു 4-4:30 ആകുമ്പോഴാണ് കേട്ടോ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ പോണ വഴിക്കുന്ന ഒരു ചായയൊക്കെ കുടിച്ചിട്ട് അങ്ങനെ പോവാമെന്ന് വിചാരിച്ച് ഇറങ്ങിയത് തന്നെയാണ്. അപ്പോൾ ഈ NHൻ്റെ ഈ ഭാഗത്ത് എത്തിയപ്പോൾ ഒരു ലോറിയിൽ ഒരു തോണി കൊണ്ടുപോകുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അത് കിട്ടിയില്ല, വീഡിയോ എടുത്തപ്പോഴത്തേന് അത് മിസ്സായിപ്പോയി കേട്ടോ. അപ്പോൾ അതാണ് ആ NHൻ്റെ റോഡ് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ അതൊന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചതാണ്, പക്ഷെ മിസ്സായിപ്പോയി. ഏതായാലും അങ്ങനെ ഞങ്ങൾ യാത്ര തുടർന്നു കൊണ്ടിരിക്കുകയാണ്. തിരൂരിലെ ഒരു ഷോപ്പിലേക്കാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. അതായത് വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. വീട്ടു സാധനം എന്ന് പറഞ്ഞാൽ പാത്രങ്ങളും അങ്ങനത്തെ കാര്യങ്ങളും ഒക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് കേട്ടോ. ഒരുപാട് സാധനങ്ങളൊന്നും വാങ്ങിക്കാനില്ല, ജസ്റ്റ് ആ കടയൊന്ന് കണ്ടിട്ട് ഏകദേശം അവിടുത്തെ സാധനങ്ങളൊക്കെ ഒന്ന് നോക്കി വെച്ച് പിന്നെ 1-2 സാധനങ്ങൾ അത്യാവശ്യമായിട്ട് വാങ്ങാനുള്ളത് ഒന്ന് വാങ്ങിക്കുക, അത്രയേ ഉള്ളൂ. അതിനിടയിൽ നല്ലൊരു ടീ ഷോപ്പ് കണ്ടപ്പോൾ ഞങ്ങൾ അവിടെ ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഇതാ നമ്മുടെ കിയാപ്പുവാണ് ഈ പോകുന്നത്. അവനിങ്ങനെ നടന്ന് പോണത് നല്ല ഇഷ്ടമാണ് കേട്ടോ. ആരും പിടിക്കാനൊന്നും പറ്റില്ല, ഒറ്റയ്ക്ക് ഇങ്ങനെ നടന്ന് പോകണം. അപ്പോൾ അവരിങ്ങനെ നടക്കുകയാണ് കടയ്ക്ക്. അവന് കടയൊക്കെ ഒന്ന് മൊത്തം വാച്ച് ചെയ്യാണ് കണ്ടോ, ഒറ്റയ്ക്ക് നടന്ന് കാണാൻ. അത്യാവശ്യം എല്ലാ സാധനങ്ങളും വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ ഷോപ്പിൽ. ഞങ്ങൾ വെറൈറ്റി ഒന്നും പിടിക്കാൻ നിന്നിട്ടില്ല, സാധാ ചായയും അതേപോലെ ഒരു ഷവർമ റോളും പിന്നെ ചെറിയ ചെറിയ സ്നാക്സ് മാത്രമേ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. മോമോസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. കിയാപ്പൂന് പിന്നെ ഒരു ഉന്നക്കായി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവനത് നല്ല ഇഷ്ടമാണ്, അതങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. മോമോസ് പിന്നെ ഇവർ രണ്ടാളും തന്നെ തിന്ന് തീർത്തിട്ടുള്ളത് കേട്ടോ. മോമോസ് എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ അവൾ അടിപൊളിയാണെന്ന് കാണിക്കാൻ കേട്ടോ. അതാണ്. അപ്പോൾ കിയാപ്പൂന് കൊണ്ടുവന്ന ഉന്നക്കായ്ക്ക് അവിടെ അടിയെന്ന് ലാസ്റ്റ് അത് കിയാപ്പൂന് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ചായ കണ്ടോ, നല്ല ഡിസൈനൊക്കെ ചെയ്തിട്ട് കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു, അതേപോലെ കുടിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവള് ചായ കുടിക്കൂല, ഇവക്ക് ലൈം ജ്യൂസ് അങ്ങനത്തെ ഐറ്റംസ് മാത്രമേ പറ്റുള്ളൂ. പിന്നെ കട്ടൻ ചായ ഇടയ്ക്കൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ കുടിക്കാറുള്ളൂ. അപ്പോൾ ചായ വിരോധിയാണ്. അപ്പോൾ അതുകൊണ്ട് അവൾക്കൊരു ലൈമും കൂടെ ഓർഡർ ചെയ്തു. അപ്പോഴത്തേന് ഞങ്ങളുടെ ഷവർമ്മ എത്തിയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഷവർമ്മ. ഷവർമ്മയും ഞങ്ങളെല്ലാവരും കൂടെ കഴിച്ചു. 3 ഷവർമ്മയെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അത് ആദ്യം ഞങ്ങൾ 2 എണ്ണമാണ് കേട്ടോ പറഞ്ഞത്. പിന്നെ അവനും ഇനുവിനും വേണമെന്ന് പറഞ്ഞപ്പോൾ അവനും കൂടെ ഒന്ന് ഓർഡർ ചെയ്ത് അങ്ങനെ 3 എണ്ണമായി. ഏതായാലും അതൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് വണ്ടിയിലോട്ട് പോവുകയാണ്. പക്ഷേ കിയാപ്പൂന് തിരിച്ച് അങ്ങോട്ട് തന്നെ പോകണം. അത് ചായ കുടിക്കാൻ ഇറങ്ങിയപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ. ചായ കുടിക്കാൻ വേണ്ടി ഷോപ്പിലേക്കല്ല നടക്കുന്നത്, തിരിച്ച് ബാക്കിലോട്ടാണ് നടക്കുന്നത്. അതേപോലെ തന്നെ ചായ കുടിച്ച് ഇറങ്ങിയിട്ടും വീണ്ടും കടയിലോട്ട് തന്നെ പോവുമായിരുന്നു കേട്ടോ. എന്നാൽ അവൻ ആരും എടുക്കാനും പാടില്ല. അങ്ങനെ ഒറ്റയ്ക്ക് നടന്ന് വരികയാണ് വണ്ടിയിൽ കയറാൻ വേണ്ടിയിട്ട് കേട്ടോ. നല്ല രസമാണ്. വീഴാന്നുള്ള പേടിയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ മിഷൻ കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. ഈ ടീ ഷോപ്പിൻ്റെ പേരാണ് കേട്ടോ ഇതെന്താ ബൈത്തുൽ ഷായി എന്നുള്ളതാണ് ഈ കടൻ്റെ പേര്. അപ്പോൾ അതും കൂടെ നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. തിരൂർ ഭാഗത്തേക്ക് ഏകദേശം വൈലത്തൂരൊക്കെ എത്തുന്നതിൻ്റെ മുമ്പായിട്ടാണ് കേട്ടോ ആ ഷോപ്പുള്ളത്. പിന്നെ വൈലത്തൂരിൽ നിന്ന് അങ്ങോട്ട് ഭയങ്കര ബ്ലോക്കായിരുന്നു. ഒരുപാട് സമയം ഞങ്ങൾ ആ ബ്ലോക്ക് പെട്ടിട്ടോ. ഏകദേശം ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂറോളം ഞങ്ങൾ ആ ബ്ലോക്കിൽ പെട്ടിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് സമയം അവിടെ ബ്ലോക്കിൽ പോയിട്ടോ. വൈലത്തൂരിൽ നിന്ന് പിന്നെ ഞങ്ങൾ താനൂർ റോഡിലെ ആ റോഡിനാണ് തിരൂർക്ക് പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ.
ഈ റോട്ടിൽ അങ്ങനെ ബ്ലോക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല, അധികം വണ്ടികളും ഒന്നും ഉണ്ടാവാറില്ല കേട്ടോ. പിന്നെ റോഡും തന്നെ നല്ല റോഡാണ്. അപ്പോൾ ഞങ്ങൾ ഇതിൽ കൂടെയാണ് അധികം തിരൂർക്കൊക്കെ വരാറുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഷോപ്പ് എന്ന് പറയുന്നത്. കിച്ചണറി എന്നാണ് ഷോപ്പിൻ്റെ പേര്. തിരൂര് നിന്ന് പരപ്പനങ്ങാടി റോട്ടിലാണ് കേട്ടോ ഈ ഷോപ്പുള്ളത്. ഇത് തിരൂര് ടൗണ് കഴിഞ്ഞിട്ട് താഴെപ്പാലം കഴിഞ്ഞിട്ട് പരപ്പനങ്ങാടി റോട്ടിന് കയറിയിട്ട് പൂക്കായിൽ എത്തുന്നതിൻ്റെ തൊട്ട് മുമ്പ് ഒരു അത്യാവശ്യം വലിയൊരു വളവുണ്ട്. ആ വളവിൽ തന്നെ കേട്ടോ ഈ ഷോപ്പ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ താഴെ, ഈ ഷോപ്പിൻ്റെ താഴെ വാഷിംഗ് മെഷീന്, ഫ്രിഡ്ജ്, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ കണ്ടോ ഇതേപോലെ നമുക്ക് ഭരണികൾ, നല്ല ഭരണികൾ, അതൊക്കെയാണ്. പിന്നെ ഡിന്നർ സെറ്റും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. പക്ഷേ മുകളിലത്തെ സെക്കൻഡ് ഫ്ലോറിലാണ് പാത്രങ്ങളും, സ്റ്റീൽ പാത്രങ്ങളും, അതേപോലെ സെറാമിക് ബോട്ടിൽസ്, നമ്മളെ ഗ്ലാസ് ബോട്ടിൽസ്, പിന്നെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങളെല്ലാം ഉള്ളത് മുകളിലത്തെ സെക്കൻഡ് ഫ്ലോറിലാണ് കേട്ടോ. തേർഡ് ഫ്ലോറും ഉണ്ട്. തേർഡ് ഫ്ലോറിൽ പിന്നെ ഗോഡൗണും പിന്നെ അതേപോലെ കുറച്ച് അലുമിനിയം പാത്രങ്ങളൊക്കെയാണ് ഉള്ളത്. ആദ്യം തന്നെ ഞങ്ങൾ നോക്കിയത് ഈ ടീ, ഷുഗർ, കോഫി ഇട്ട് വെക്കുന്ന ബോട്ടിലില്ലേ, അതായത് ഈ സെറ്റ്, സെറാമിക് ബോട്ടിലിൻ്റെ സെറ്റുകൾ, അതാണ് ഞങ്ങൾ ആദ്യം തന്നെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ഞങ്ങളൊന്ന് സെലക്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. അത് ഇവർക്കല്ല കേട്ടോ, അത് അനിയത്തിക്കാണ്. അനിയത്തിൻ്റെ ഹൗസ് വാമിങ്ങും ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവൾ നല്ലത് കാണുകയാണെങ്കിൽ എടുക്കേണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവളുടേതിപ്പോൾ ഏകദേശം പെയിൻറ്റിങ് ആയി തുടങ്ങി. അപ്പോൾ ഈ മാസം ലാസ്റ്റൊക്കെ ആയിട്ട്, ജൂലൈ മാസം ലാസ്റ്റൊക്കെ ആയിട്ട് ഹൗസ് വാമിങ് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട്. ഇരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൾക്കും കൂടെ ഉള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങൾ നോക്കുന്നുണ്ടായിരുന്നു ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ. പിന്നെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അതും നല്ല ഭംഗിയുള്ള പാത്രങ്ങളും ക്വാളിറ്റി ഉള്ള പാത്രങ്ങളും. പിന്നെ നമുക്ക് വില, പ്രൈസും തന്നെ നമ്മൾ ഒരു ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന, അത്യാവശ്യം ഒതുങ്ങുന്ന ഒരു പ്രൈസ് തന്നെയാണ് കേട്ടോ ഉണ്ടായിരുന്നുള്ളത്. പിന്നെ നമുക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ട മോഡലുള്ള പാത്രങ്ങളൊക്കെ നമ്മൾ കാണിച്ചു കൊടുത്താൽ അവർ ഓർഡർ ചെയ്ത് എത്തിച്ച് തരും. അങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങളൊക്കെ അവർ ചെയ്ത് തരുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഒറ്റ ഫ്ലോറിൽ തന്നെയാണ് കേട്ടോ അവർ ഇതെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. പക്ഷേ എല്ലാം നമുക്ക് കാണാനും പറ്റും, അതേപോലെ എടുത്തു നോക്കാനൊക്കെ പറ്റുന്ന രീതിയിലാണ് കേട്ടോ ഇവരിത് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങൾ, സെറാമിക്കിൻ്റെ പാത്രങ്ങൾ, അതേപോലെ കയിലുകൾ, പിന്നെ കണ്ടോ സ്റ്റീൽ പാത്രങ്ങൾ, പിന്നെ ബോട്ടിൽ സെക്ഷൻസ്. ബോട്ടിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പൊടികളൊക്കെ ഇട്ട് വെക്കുന്ന വലിയ വലിയ ബോട്ടിൽസ്, അതേപോലെ നമ്മൾ കടല, പരിപ്പ്, ചെറുപയർ, അങ്ങനത്തെ ഗ്രെയിൻസൊക്കെ ഇട്ട് വെക്കുന്ന ബോട്ടിൽസ്, പിന്നെ ഗ്ലാസിൻ്റെ ബോട്ടിലുകൾ, എണ്ണക്കുപ്പി, അതേപോലെ സ്റ്റീലിൻ്റെ പാത്രങ്ങളായിക്കോട്ടെ, പ്ലേറ്റ്, സ്പൂണ്, കയ്യിൽ, അങ്ങനത്തെ ഓരോന്നും നല്ല അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ്. എന്നാൽ അധികം പ്രൈസും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇവർ ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ കളിക്കുകയാണ്. ഈ കിയാപ്പു കുറേ താഴത്തോട്ട് ഇറങ്ങും, പിന്നെ കുറേ മുകളിലൊക്കെ ഇട്ട് കയറും, അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിലാണ് ഇവർ നേരത്തെ ഫസ്റ്റ് കണ്ട ഇൻട്രോ ഒക്കെ കണ്ടല്ലോ, അതൊക്കെ ഈ ഒരു സമയത്താണ് ഇവർ എടുത്തിട്ടുണ്ടായിരുന്നത്. ഭയങ്കര രസമായിരുന്നു കേട്ടോ ആ ഇൻട്രോ ഒക്കെ എടുത്ത സമയത്ത്. എല്ലാവരും ചിരിക്കുന്നു, കേൾക്കാനൊക്കെ നല്ല രസമുണ്ടായിരുന്നു. കടയിൽ ഉള്ള ആളുകളൊക്കെ ചിരിക്കുന്നു കേട്ടോ. അതേപോലെ അതിൻ്റെ ഓണേഴ്സും കാര്യങ്ങളൊക്കെ എല്ലാവരും നല്ല ചിരിയായിരുന്നു. അപ്പോൾ ഇൻട്രോ ഒക്കെ എടുത്തിട്ട് മതിയാവുന്നില്ല, ഭയങ്കര തിരക്കായിരുന്നു ഇൻട്രോ എടുക്കാനൊക്കെ. അതുകൊണ്ട് എനിക്ക് ഈ വീഡിയോക്ക് ഇൻട്രോ എടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. ഞങ്ങൾ ഇവിടുന്ന് എടുത്തിട്ടുണ്ടായിരുന്നത് നേരത്തെ കണ്ടില്ലേ, ആ ഒരു സെറാമിക്കിൻ്റെ ടീ ഷോപ്പ് ഷുഗറിൻ്റെ ആ ഒരു ബോട്ടിൽ, പിന്നെ കാസ്ട്രോൾ എടുത്തു, പിന്നെ ഒരു ഗ്ലാസ് ജാറ്, പിന്നെ സാധാ നമ്മൾ ചായ കുടിക്കുന്ന ഗ്ലാസ്, അങ്ങനത്തെ ഒരു 5-6 ഐറ്റംസ് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ അരി പൊടിയൊക്കെ ഇട്ടേക്കുന്ന വലിയ കണ്ടെയ്നേഴ്സിൽ അതൊക്കെ എടുത്തിട്ടുണ്ട്. അത് 2-3-4 എടുത്തു, അത്രയൊക്കെ തന്നെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ബാക്കി എടുക്കാൻ ഇനി ഒന്നിച്ച് പിന്നെ വരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയിട്ടോ. സാധനങ്ങളൊക്കെ പിന്നെ അവരെന്നെ പാക്ക് ചെയ്തതിന് ശേഷം വണ്ടിയിലേക്ക് എത്തിച്ച് തന്നിട്ടോ. ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴൊക്കെ പറയുന്നു, നമുക്ക് എന്തായാലും ഒരു പ്രാവശ്യം കൂടിയും എല്ലാം, അതായത് ഹൗസ് വാമിങ്ങിനെ അടുപ്പിച്ചിട്ട് നമുക്ക് ഒരു പ്രാവശ്യം കൂടിയും ഈ കടയ്ക്ക് തന്നെ വരണം, നമുക്ക് ഇവിടെ നിന്ന് തന്നെ എല്ലാ സാധനങ്ങളൊക്കെ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ.
അപ്പോൾ തിരൂർ ഭാഗത്തുള്ള ആളുകൾക്കൊക്കെ ഈ ഷോപ്പ് അറിയുന്നുണ്ടാവും. പോയിട്ടുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യണം കേട്ടോ.